ഹലോ ഫ്രണ്ട്സ്, സുഗമോദേവി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സിപിയും അരുന്ധതിയും തമ്മിലുള്ള ചർച്ചയാണ് കാണിക്കുന്നത്. ദേവികയിൽ നിന്നും അറിഞ്ഞ വിവരങ്ങൾ സിപി അരുന്ധതിയെ അറിയിക്കുന്നു. ഇത് കേൾക്കുന്ന അരുന്ധതി പറയുന്നത്, ദേവിക ബുദ്ധിപരമായി ചിന്തിച്ചാൽ ഒരിക്കലും ഈ കാര്യം നമ്മളോട് പറയേണ്ടതല്ല എന്നാണ്. അവൾ ചെയ്യേണ്ടിയിരുന്നത് സ്വന്തം ഭർത്താവിനെ രക്ഷിക്കാൻ വേണ്ടി ഋഷി ജീവിച്ചിരിപ്പുള്ള കാര്യം പോലീസിനെ അറിയിക്കുകയായിരുന്നു. എന്നാൽ അത് ചെയ്യാതെ അവൾ ഇങ്ങനെ ഒരു കളി കളിക്കുന്നുണ്ടെങ്കിൽ അതിൽ പിന്നിൽ എന്തൊക്കെയോ ഗൂഢാലോചനകൾ നടക്കുന്നുണ്ടെന്ന് പറയുന്നു. ഋഷിയെ മാറ്റാനുള്ള പദ്ധതിയാണ് അടുത്തതായി കാണിക്കുന്നത്. എത്രയും പെട്ടെന്ന് ഋഷിയെ ഇവിടെ നിന്നും ദുബായിലേക്ക് വിടണമെന്ന് സിപി നിർദ്ദേശിക്കുന്നു. എന്നാൽ താൻ പറഞ്ഞിട്ട് അവൻ കേൾക്കുന്നില്ല എന്ന് അരുന്ധതി വ്യക്തമാക്കുന്നു. ഒടുവിൽ പറയേണ്ടവർ പറഞ്ഞാൽ അവൻ കേൾക്കുമെന്നും അതിനായി താൻ ഒരു വഴി കണ്ടെത്താമെന്നും അരുന്ധതി പറയുന്നുണ്ട്. അടുത്തതായി പ്രഭാവതിയുടെ കുറ്റബോധവും ദേവികയുടെ നിലപാടുമാണ് കാണിക്കുന്നത്. പ്രഭാവതി ദേവികയുടെ മുന്നിൽ കൈകൂപ്പി മാപ്പ് ചോദിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു. ദേവികയെ ഒരുപാട് കുറ്റപ്പെടുത്തിയതിൽ അവർ ക്ഷമ ചോദിക്കുന്നു. നന്ദനെ അവൾ കൈയൊഴിഞ്ഞു എന്നാണ് താൻ കരുതിയതെന്നും എന്നാൽ ദേവിക അവനെ ചേർത്ത് പിടിച്ചതിലൂടെ അവൾ ഒരു യഥാർത്ഥ ഭാര്യയാണെന്ന് തെളിയിച്ചതായും പ്രഭാവതി പുകഴ്ത്തുന്നുണ്ട്. ദേവികയുടെ മറുപടി, അമ്മ ഇങ്ങനെ പുകഴ്ത്തേണ്ടതില്ലെന്നും താൻ തൻ്റെ കടമ മാത്രമാണ് ചെയ്തതെന്നും ദേവിക പറയുന്നുണ്ട്. നന്ദുവിനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തുക എന്നത് മാത്രമാണ് തൻ്റെ ലക്ഷ്യമെന്നും പറയുന്നുണ്ട്. ഈ സമയം അങ്ങോട്ട് വരുന്ന സിദ്ധാർത്ഥൻ മോളെ പുകഴ്ത്താൻ അനുവദിക്കണമെന്നും എപ്പോഴെങ്കിലും അല്ലേ ഇത്തരം കാര്യങ്ങൾ കേൾക്കാൻ കഴിയൂ എന്നും പറയുന്നു. പ്രശ്നങ്ങൾ ഒതുങ്ങിയ ശേഷം ദേവിക ഈ വീട്ടിൽ സ്ഥിരമായി തങ്ങളുടെ മരുമോളായി കഴിയണമെന്ന് പ്രഭാവതി ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ നന്ദുവിൻ്റെ രക്ഷ മാത്രമാണ് നോക്കുന്നതെന്നും ബാക്കിയെല്ലാം പിന്നീട് സംസാരിക്കാമെന്നും ദേവിക വ്യക്തമാക്കുന്നുണ്ട്. ഇത് അവരുടെ വ്യക്തിപരമായ കാര്യമാണെന്നും തീരുമാനമെടുക്കാൻ ദേവികയെ നിർബന്ധിക്കില്ലെന്നും സിദ്ധാർത്ഥനും പറയുന്നു. അടുത്തതായി ഭാർഗവിയും മുരളിയും തമ്മിലുള്ള സംസാരമാണ് കാണിക്കുന്നത്. ജോത്സ്യനെ കണ്ടതിൻ്റെ രണ്ടാമത്തെ ദിവസമാണ് നന്ദനെ കണ്ടുകിട്ടിയതെന്നും ഇതിൽ ഈശ്വരന്റെ ഇടപെടലുണ്ടെന്നും ഭാർഗവി ഗൗരിയോട് പറയുന്നു. എന്നാൽ ഹരിസാറും ദേവികയും സിദ്ധാർത്ഥനുമാണ് നന്ദനെ സുരക്ഷിതമായി ഒളിപ്പിച്ചു വെച്ചതെന്നും ഇപ്പോൾ ഇതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ ഈശ്വരനായി എന്നും ഗൗരി മറുപടി പറയുന്നു. പ്രഭക്കുഞ്ഞ് നന്ദന് വേണ്ടി അലഞ്ഞു തിരിഞ്ഞു നടന്നപ്പോൾ അവളോട് ഈ രഹസ്യം പറയാതിരുന്നത് തെറ്റായിപ്പോയി എന്ന് ഭാർഗവി അഭിപ്രായപ്പെടുന്നുണ്ട്. എന്നാൽ ചില കാര്യങ്ങൾക്ക് രഹസ്യ സ്വഭാവമുണ്ടെന്നും അത് മറച്ചുവെച്ചാലേ വിജയം കാണൂ എന്നും മുരളി പറയുന്നു. ശാരികയുടെ പ്രണയവിവരം രഹസ്യമായി വെച്ചതുകൊണ്ടാണ് പ്രശ്നങ്ങൾ ഒഴിവായതെന്ന ഉദാഹരണവും മുരളി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്തായാലും നന്ദൻ സുരക്ഷിതനായി ഇരിക്കുന്നതിൽ ഭാർഗവി ആശ്വസിക്കുന്നു. അടുത്തതായി ദേവികയുടെ വീട്ടിലെ ചർച്ചകളാണ് കാണിക്കുന്നത്. രാധിക ഗണപതി ഹോമം ചെയ്തതിൻ്റെ പ്രസാദവുമായി വന്ന് നന്ദൻ ജീവനോടെയും സുരക്ഷിതനായും ഇരിക്കുന്നതിൻ്റെ സന്തോഷം പങ്കുവയ്ക്കുന്നു. എന്നാൽ ശാരിക ഇതിനെ കളിയാക്കുമ്പോൾ ദൈവകോപം വാങ്ങിക്കൂട്ടരുതെന്ന് രാധിക മുന്നറിയിപ്പ് നൽകുന്നു. നന്ദനും ദേവികയും വീണ്ടും ഒന്നിക്കണമെന്ന് രാധിക ആഗ്രഹം പ്രകടിപ്പിക്കുമ്പോൾ ശാരിക അതിനെ എതിർക്കുന്നു. ചേച്ചി അനുഭവിച്ച വേദനകൾ മതിയെന്നും അവളെ അവളുടെ വഴിക്ക് വിടണമെന്നും ശാരിക പറയുന്നു. ഇത് കേട്ട ദേവികയുടെ നിലപാട് തൻ്റെ മനസ്സ് ആരും മാറ്റുന്നില്ലെന്നും പ്രശ്നങ്ങൾ ഒന്നിനു പുറകായി ഒന്നായി വന്നുകൊണ്ടിരിക്കുകയാണെന്നും ദേവിക പറയുന്നു. ഋഷി മരിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഹരിയങ്കിളിന് സംശയമുണ്ടെന്നും അരുന്ധതി മേഡത്തിന് വീട്ടിൽ യാതൊരു സങ്കടവും ഇല്ലാത്തത് അതുകൊണ്ടാണെന്നും ദേവിക വ്യക്തമാക്കുന്നു. ഇതിൻ്റെ അന്വേഷണം നടക്കുകയാണെന്നും ബാക്കി കാര്യങ്ങൾ പിന്നീട് ആലോചിക്കാമെന്നും പറഞ്ഞ് ദേവിക എല്ലാവരെയും ശാന്തരാക്കുന്നുണ്ട്. പനിയും കുളിരുമായി കിടക്കുന്ന നന്ദനെ ശുശ്രൂഷിക്കാൻ എസ്തപ്പാനും ചേട്ടത്തിയും എത്തുന്നു. ഹോസ്പിറ്റലിൽ പോകാൻ താല്പര്യമില്ലെന്ന് പറയുന്ന നന്ദൻ പച്ചില മരുന്ന് മതിയെന്ന് വ്യക്തമാക്കുന്നുണ്ട്. ദേവികയ്ക്ക് സന്തോഷകരമായ ഒരു ജീവിതം നൽകാമെന്ന് പറഞ്ഞാണ് അവളെ കല്യാണം കഴിച്ചതെന്നും എന്നാൽ മീരയുടെയും അരുന്ധതി മേഡത്തിൻ്റെയും ഋഷിയുടെയും ഒക്കെ പ്രശ്നങ്ങൾ കാരണം അവൾക്ക് ഒരിക്കലും സന്തോഷം നൽകാൻ കഴിഞ്ഞിട്ടില്ലെന്നും നന്ദൻ സങ്കടത്തോടെ പറയുന്നു. താൻ അവളോട് ചെയ്യുന്നത് വലിയ ക്രൂരതയാണെന്നും അതിന് പ്രായശ്ചിത്തം ചെയ്യണമെന്നും പറയുന്ന നന്ദനെ എസ്തപ്പാൻ സമാധാനിപ്പിക്കുന്നു. അടുത്തതായി അരുന്ധതിയുടെ വീട്ടിലെ തന്ത്രമാണ് കാണിക്കുന്നത്. അരുന്ധതി കെവിനെയും ഇസബെല്ലയെയും വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കാര്യങ്ങൾ സംസാരിക്കുന്നു. ഋഷി അവിടെ നിന്നും മാറ്റണമെന്ന് പറയുമ്പോൾ തൻ്റെ ദൗത്യം അവസാനിക്കാതെ താൻ എങ്ങോട്ടും പോകില്ലെന്ന് ഋഷി ശാഠ്യം പിടിക്കുന്നു. നന്ദൻ തങ്ങളെ നിരീക്ഷിച്ച് ചുറ്റിലുമുണ്ടെങ്കിൽ അവൻ സത്യങ്ങൾ അറിഞ്ഞ് പ്രതികാരം ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് അരുന്ധതി ഭയപ്പെടുന്നുണ്ട്. ഋഷിക്ക് എന്തെങ്കിലും അപകടം പറ്റിയാൽ തനിക്ക് താങ്ങാൻ കഴിയില്ലെന്നും അതിനാൽ തൽക്കാലം മാറി നിൽക്കണമെന്നും അവർ ആവശ്യപ്പെടുന്നു.
തുടർന്ന് ഇസബെല്ലയും കെവിനും അരുന്ധതിയുടെ വാക്കുകൾ ശരിവെക്കുകയും മാറി നിൽക്കുന്നതാണ് നല്ലതെന്ന് ഋഷിയെ ഉപദേശിക്കുകയും ചെയ്യുന്നു. ഋഷിയെ പുകച്ചു പുറത്തു ചാടിക്കാനുള്ള ദേവികയുടെ പ്ലാൻ വിജയിക്കാൻ പോകുന്ന സൂചനയോടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡിനായി എല്ലാവരും കാത്തിരിക്കുക.